എയിമ സ്പോർട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വെസ്റ്റേൺ കൺട്രോൾ. നമസ്കാരം. എയിമ സ്പോർട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദീപ്തി നായർ. സ്നേഹത്തിന്റെ നഗരിയായ ആഗ്രയിൽ താജ്മഹലിന്റെ മുറ്റത്ത് എയിമ ഉത്തർപ്രദേശ് ഘടകം എയിമ മഹോത്സവം സംഘടിപ്പിച്ചു. കന്റോൺമെന്റ് ഏരിയയിലെ പഞ്ചാബ് ഭവനിൽ നടന്ന ഈ കലാമാമാങ്കത്തിൽ സംഗീതം, നൃത്തം തുടങ്ങിയ നിരവധി കലാപരിപാടികൾ അരങ്ങേറി. എയിമ നേതാക്കളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഈ മഹോത്സവം ഉത്തർപ്രദേശിലെ മലയാളികൾക്ക് തങ്ങളുടെ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കാൻ, കൂടാതെ പരസ്പരം ബന്ധം ശക്തിപ്പെടുത്താനും ഒരു വേദിയായി മാറി. മലയാളികളുടെ ഐക്യവും സ്നേഹവും ശക്തിപ്പെടുത്തുന്ന ഈ ആഘോഷം തെന്നിന്ത്യൻ സംസ്കാരത്തിന്റെ ഊഷ്മള നിറഞ്ഞ ഒരു വേദിയായി തീർന്നു. വാർത്തകൾ വിശദമായി. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയിമ ഉത്തർപ്രദേശ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ 2025 ജനുവരി 19 ഞായറാഴ്ച ആഗ്ര കാന്റിലെ പഞ്ചാബ് ഭവനിൽ എയിമ മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. മലയാളികളുടെ ഐക്യവും സ്നേഹവും ശക്തിപ്പെടുത്തുന്ന ഈ ആഘോഷം തെന്നിന്ത്യൻ സംസ്കാരത്തിന്റെ ഊഷ്മള നിറഞ്ഞ ഒരു വേദിയായി മാറി. ചടങ്ങുകൾ ശ്രീമതി ഗീത സുരേഷ്, ശ്രുതി എന്നിവർ ചേർന്ന് നടത്തിയ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. എയിമ ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി ശ്രീ KT മഹാശയൻ സ്വാഗത പ്രസംഗം നടത്തി. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ നായർ അധ്യക്ഷത വഹിച്ചു. എയിമയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് ഭദ്രദീപം തെളിയിച്ച് മഹോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയിൽ സംസാരിക്കവേ അദ്ദേഹം എയിമയുടെ സേവനങ്ങളുടെ സവിശേഷതകൾ വിശദീകരിക്കുകയും മലയാള ഭാഷയോടുള്ള ഐക്യത്തിനും സമൂഹ സേവനത്തിനുമുള്ള അംഗങ്ങളുടെ പ്രയത്നങ്ങൾ അഭിനന്ദിക്കുകയും ചെയ്തു. ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് എയിമ അംഗങ്ങൾ, പ്രത്യേകിച്ചും രാജസ്ഥാൻ, ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. എയിമ ഉത്തർപ്രദേശ് പ്രസിഡന്റ് ശ്രീ സുരേഷ് കുമാർ നായർ ഇത് മലയാളികളുടെ ഐക്യവും സഹജീവനവും പ്രതിപാദിക്കുന്ന വലിയ ഘട്ടമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു. എയിമ ദേശീയ അഡീഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ ജയരാജ് നായർ സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പ്രധാനമായ കുറിപ്പുകൾ അവതരിപ്പിച്ചു. അതിഥികളായി ഫാദർ സജോയ സാമുവൽ, ഫാദർ റൻസിസി മാത്യു എന്നിവർ എയിമയുടെ സ്നേഹവും സഹജീവനവുമുള്ള പ്രവർത്തനങ്ങളെ പ്രശംസിച്ചു. എയിമ ദേശീയ വനിതാ വിഭാഗം വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ദീപ്തി നായർ വനിതാ പ്രാതിനിധ്യത്തിനായുള്ള സംഘടനയുടെ സംരംഭങ്ങൾ വിശദീകരിച്ചു. യൂത്ത് വിംഗ് കൺവീനർ കുമാരി കൃഷ്ണ എസ് നായർ യുവജന വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചു. ഡോക്ടർ KC ജോർജ്, മുൻ NIPCCD ഡയറക്ടർ, പ്രോത്സാഹനവും നന്മയും ചെയ്ത് നമുക്ക് വ്യത്യസ്തരാകാം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മറ്റൊരാളെ അഭിനന്ദിക്കാൻ പിശുക്ക് കാണിക്കരുത്. ഓരോ ദിവസവും ഒരാൾക്കെങ്കിലും ഒരു നന്മ ചെയ്യുക, അതൊരു നേരത്തെ ആഹാരമോ ഒരു നല്ല വാക്കോ ആയിരിക്കാം, അദ്ദേഹം ആഹ്വാനം ചെയ്തു. എയിമ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, സംഗീതം, നൃത്തം, നാടകാവിഷ്കാരം എന്നിവയിൽ മികവ് പുലർത്തി. എയിമ കേന്ദ്ര നേതൃത്വത്തിന്റെ കീഴിലുള്ള അംഗങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡുകൾ എയിമ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ KR മനോജ് വിതരണം ചെയ്തു. എയിമയുടെ ആഗ്രയിലെ മുതിർന്ന അംഗം ശ്രീ ജോയ് തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും മൊമെന്റോ നൽകി ആദരിച്ചു. എയിമ ഉത്തർപ്രദേശ് സംസ്ഥാന കൺവീനർ ശ്രീ ചന്ദ്രദാസ്, ശ്രീ അരുൺ നായർ, ശ്രീ മനീഷ് നായർ, ശ്രീ P രാംദാസ്, ശ്രീ മനോജ് നായർ, ശ്രീ വർഗീസ് ഫിലിപ്പ് എന്നിവർ പരിപാടിയുടെ വിജയത്തിനായി നിർണായക പങ്കുവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബിനു തോമസിന്റെ നന്ദി പ്രകടനത്തോടെ പരിപാടികൾ സമാപിച്ചു.
ഇതോടെ ഇന്നത്തെ എയിമ സ്പോട്ട് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത തവണ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.